നമസ്കാരം. അർജുന്റെ കുടുംബവും മനാഫിന്റെ കുടുംബവും തമ്മിലുള്ള എല്ലാ വിഷയങ്ങളും അവർ സംസാരിച്ച് തീർത്ത നിലയ്ക്ക് ഇനി ഇതിനിടയിൽ ഈ കുടുംബങ്ങളെ കലക്കാൻ വേണ്ടി ശ്രമിച്ച, അതായത് വർഗീയമായി കലക്കാൻ വേണ്ടി ശ്രമിച്ച ചിലരുടെ ശ്രമങ്ങളുണ്ട്. അതാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനിടയിൽ അർജുന്റെ അളിയനായിട്ടുള്ള വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈല് ആണെന്ന് തോന്നുന്നു, ഞാനതിലേക്ക് പോയിട്ടില്ല, ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അയാൾ സംഘി ആയതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അയാൾ മോശമാണ്, ഈ രീതിയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് കണ്ടു. എന്നാൽ മറുഭാഗത്ത് മറ്റ് ചിലർ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു. മനാഫ് എന്ന് പറയുന്ന വ്യക്തി അയാള് കരയുന്നുണ്ട്, കരച്ചിൽ അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംഭാഷണ വീഡിയോയും കണ്ടു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, വിമർശനമാകാം അത് അർജുന്റെ കുടുംബത്തോടായാലും അർജുന്റെ സഹോദരിയോടായാലും മനാഫിനോടായാലും മനാഫിന്റെ കുടുംബത്തോടായാലും മനാഫിന്റെ സഹോദരിയോട് ആരെയായാലും നമുക്ക് അവരെ വിമർശിക്കുമ്പോൾ തെറിവാക്കുകളും അവരെ കുടുംബത്തോട് ആക്ഷേപിക്കുന്നതൊക്കെ മാറ്റി നിർത്താം. അതിനോട് അങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളൊരു വിമർശനം എന്ന് പറയുന്നത് വിമർശിക്കാം, പക്ഷെ അത് അവർക്ക് തിരുത്താൻ കഴിയുന്ന വിധത്തിലായിരിക്കണം. ഇവിടെ മനാഫിനോടുള്ള അന്ധമായ ആരാധന മൂത്തിട്ട് മനാഫാണ് ശരി, അതെല്ലാവർക്കും അറിയാം, മനാഫിന്റെ പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാം, അത് നിഷേധിക്കുന്നില്ല. ഇവിടെ മറ്റൊരു വിഷയമുള്ളത്, ഈ അർജുന്റെ സഹോദരനും അതുപോലെ അർജുന്റെ സഹോദരിയും അവരടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പുറത്തറിയിക്കാൻ ആളില്ലായിരുന്നു, അല്ലെങ്കിൽ ആൾ അറിഞ്ഞില്ല എന്നതാണ്. അങ്ങനെ ഒരു വാസ്തവം കൂടെ ഇവിടെ ഉണ്ട്. ശിരൂരിൽ അവരുണ്ടായിരുന്നു, ഈ അർജുന്റെ അളിയനും മനാഫിനൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവരൊക്കെ സജീവമായി ഇതിൽ നിന്നിരുന്നതാണ്. അർജുനെ രക്ഷപ്പെടുത്തി എടുക്കാനും പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും അതിന്റെ ശരീരമെങ്കിലും കൊണ്ടുവരാനും ഒക്കെ പരിശ്രമിച്ചവർ തന്നെയാണ്. അതിൽ മനാഫാണ് എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ സ്ഥാപനമൊക്കെ നഷ്ടപ്പെടുന്നു, അതല്ലാതെ തന്നെ കുറെ സാമ്പത്തിക നഷ്ടം വന്നു, എന്തൊക്കെയോ ചിലതൊക്കെ വിൽക്കേണ്ടി വന്നു. അപ്പൊ അത്തരം ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് മനാഫിന്റെ കോർണറിലേക്ക് ഒരു അല്പം എന്റെ ചായ്വ് കൂടി നിൽക്കുന്നത്. അതിനർത്ഥം ഇവിടെ അർജുന്റെ അളിയനോ അർജുന്റെ കുടുംബമോ അവർ ചെയ്തിട്ടുള്ള ആ ഒരു പരിശ്രമം ചെറുതാക്കുകയല്ല, അവർ പരിശ്രമിച്ചിരുന്നു എന്നുള്ള സത്യമാണ്. ഇവിടെ ഇതൊക്കെ കൃത്യമായി നടക്കാൻ വേണ്ടി മനാഫ് ചെയ്യുമ്പോൾ സർക്കാർ ലെവലിൽ, അത് കർണാടക സർക്കാരിന്റെ ലെവലിലായാലും കേരള സർക്കാരിന്റെ ലെവലിലായാലും കുറെ ഇത് ശ്രദ്ധ ചെലുത്താനും പ്രഷർ ചെലുത്താൻ വേണ്ടി അർജുന്റെ കുടുംബം ശ്രമിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് ഈ അർജുന്റെ സഹോദരിയെക്കുറിച്ചും അർജുന്റെ ഭാര്യയെക്കുറിച്ചും ഒക്കെ സർക്കാർ അറിയുന്നതും ഇത്തരത്തിൽ ജോലി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നതും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ആ അവസ്ഥ അങ്ങനെ നിലനിൽക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇദ്ദേഹം സംഘിയാണ് ആ രീതിയിൽ പ്രതികരിക്കുന്നത് കണ്ടു. ഞാൻ ആലോചിക്കുന്നത്, ഈ സംഘി എന്ന് പറയുമ്പോൾ സംഘപരിവാർ RSS BJP ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എതിർപക്ഷത്ത് മുസ്ലിമിനെ ആണല്ലോ നിർത്തിയേക്കുന്നത്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ കാര്യത്തിൽ നിങ്ങൾ എന്നെ ഇനി സംഖ്യയാക്കിയാലും വേണ്ടില്ല. കാര്യം പറയുന്നതൊക്കെ സംഖ്യകളും കൊങ്ങികളും അതേപോലെ വേറെ എന്തൊക്കെയാണല്ലോ, സുഡാപ്പികളൊക്കെ ആണല്ലോ. അപ്പൊ ഇതുകൊണ്ട് ഞാനിത് പറയാണ്, എങ്ങനെയാണ് ഈ സംഘികൾ ഒരു ആന്റി മുസ്ലിംസായി മാറിയത്? എല്ലാ വിഭാഗത്തിലും കുറെ ആന്റി സോഷ്യൽസ് ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. ഫണ്ടമെന്റലിസ്റ്റ് എല്ലാവരും റിഫോമേഴ്സ് ഒന്നുമല്ല, ഫണ്ടമെന്റലിസ്റ്റുകൾ നല്ലോണം ഉണ്ട്. ഈ ഫണ്ടമെന്റലിസ്റ്റുകളെയാണ് തീവ്രവാദികളെന്ന് നമ്മൾ വിളിക്കുന്നത്. മത തീവ്രവാദികൾ, പൊളിറ്റിക്കൽ ഇസ്ലാം ആയാലും പൊളിറ്റിക്കൽ ഹിന്ദുയിസം ആയാലും പൊളിറ്റിക്കൽ ക്രിസ്ത്യനിസം ആയാലും അതിൽ ഇങ്ങനെ കുറെ വിഭാഗങ്ങളുണ്ട്. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചിലരൊന്നും അംഗീകരിക്കൂല. ചിലരൊക്കെ ഒരു പക്ഷേ ഞാനിത് പറയുമ്പോഴേക്കും കുരു പൊട്ടിയെന്ന് വരും. ഇന്നലെ വരെ മനാഫിന് വേണ്ടി വാദിച്ച, കഴിഞ്ഞ വീഡിയോ വരെ മനാഫിന് വാദിച്ച നീ എന്തിനാണ് ഇപ്പോ ഒരു സംഘിക്ക് വേണ്ടി വാദിക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. ഈ അർജുന്റെ കുടുംബത്തെ സംഘിയാണ്, അല്ല അതുകൊണ്ടാണ് മനാഫിനെതിരെ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് പറയുന്നതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അർജുന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ, അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ മറ്റൊരാളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിത്തുറന്ന് തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു പക്ഷേ BJP ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ RSS ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല BJPയും RSSും സംഘപരിവാറൊക്കെ ഉള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇത് കേരളത്തിന് പുറത്തുമുണ്ട്. തമിഴ്നാട്ടിൽ ഈ അടുത്ത ദിവസം ഏതോ ഒരു വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരനോട് സംസാരിക്കുന്ന ഒരു RSSകാരനെ ഞാൻ കണ്ടു. അയാളുടെ പേരൊരു മുസ്ലിം പേരാണ്. ഒരു RSSൽ ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും ഏത് രാഷ്ട്രീയക്കാരനും ചേരാം, അതിൽ പ്രവർത്തിക്കാം എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ RSS. ഈ പ്രചരിപ്പിക്കുന്ന RSS അല്ല. RSSന് ഒരു രാഷ്ട്രീയമില്ല.
രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള ആ ഒരു രാഷ്ട്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ BJP-കാരുണ്ടാകാം, ശിവസേനക്കാരുണ്ടാകാം, മുസ്ലിം ലീഗുകാരന് വേണമെങ്കിൽ ചേരാം, ഇനി കോൺഗ്രസ്സുകാരന് വേണമെങ്കിൽ ചേരാം, കമ്മ്യൂണിസ്റ്റുകാരന് വേണമെങ്കിൽ ചേരാം. പക്ഷേ അവരുടെ ആ ചിട്ട അനുസരിച്ചിട്ട് പോകണം. അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടി ലെവലിൽ അവർക്ക് ജീവിക്കാം. അതുകൊണ്ടാണ് BJP എന്ന പാർട്ടി ഇപ്പോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 2/3 ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു രീതിയുണ്ട്. മോദി ഗ്യാരണ്ടി എന്നുള്ളത്, മോദി ഇങ്ങനെ ഒരു വ്യക്തിപ്രഭാവത്തിൽ വേണ്ട, BJP ഗ്യാരണ്ടി എന്ന ഒരു നിലപാടിൽ RSS ശക്തമായ നിലപാടെടുത്തപ്പോൾ ചില ഭാഗങ്ങളെങ്കിലും BJPക്ക് അടിപതറിയത്. അതിനർത്ഥം BJP എന്ന് പറയുന്നത് മുഴുവൻ RSSകാരാണെന്നും RSSനെ അല്ലെങ്കിൽ സംഘപരിവാറാണെന്നും അതുകൊണ്ട് ഈ സംഘപരിവാറും ഈ RSSും ഈ BJP എല്ലാം കൂടി ചേർന്നിട്ട് ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്ന രീതിയിലുള്ള പ്രചരണത്തിന് മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ ഇങ്ങേ തലക്കൽ കൊണ്ട് അർജുന്റെ അളിയനെ കൂട്ടിക്കെട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അത് ഇതിനൊരു തീരുമാനമായതിനു ശേഷം സംസാരിച്ച് തുടങ്ങാമെന്നാണ് കരുതിയത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. വസ്തുതാപരമായിട്ട് ഒരു ന്യായം പറയുന്നത്, ഇപ്പൊ എന്നോട് തന്നെ തർക്കിക്കാൻ വരുന്ന ചിലർ സംസാരിക്കുന്നുണ്ട്, പലസ്തീനെ എതിർക്കുന്ന ഒരു ടീമല്ലേ? ഒരിക്കലുമല്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനായാലും ഇസ്രായേലും 2 രാജ്യങ്ങളും ഒരുപോലെയാണ്. ഒരു രാജ്യത്തോട് അതിനെ അടിക്കരുതേ എന്ന് പറയാം, അത്രേ പറ്റൂ. അടിച്ചു കഴിഞ്ഞാൽ ചെന്ന് പിടിച്ചു മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അടി കൊള്ളുന്നവന് സഹായം കൊടുക്കാം, വേറെ മാർഗമില്ല. അതിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ അടിക്കുമ്പോഴത്തേക്ക് അമേരിക്കയുടെ നിലപാട് പോലെയാണ്. അവർക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള 2 വ്യക്തികൾ തമ്മിലടിക്കുമ്പോൾ അതിൽ ഒരാളോടൊപ്പം ചേർന്നുകൊണ്ട് മറ്റൊരാളെ അടിക്കും നിങ്ങൾ? ഇല്ലല്ലോ. 2 പേരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോ പലസ്തീനുള്ള സഹായധനം കൂട്ടി. അവർ കൂടുതൽ പ്രയാസത്തിൽ വന്നപ്പോൾ അവരുടെ സഹായധനം കൂട്ടാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ തീരുമാനമെടുത്തു. അങ്ങനെ കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് വരെ, കുറച്ച് വർഷം മുമ്പ് വരെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സകല ട്രാവൽസിന്റെ മുന്നിൽ നമുക്ക് കാണാമായിരുന്നു ഹജ്ജ് ഉംറ ബോർഡുകൾ. ഇപ്പോൾ അത് കാണാനില്ല. എന്തുകൊണ്ടാണ് അത് കാണാനില്ലാത്തത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ നിന്ന് ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പോകുമ്പോൾ കൂടെ ഒരു പുരുഷനും കൂടെ പോകേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു കൂട്ടിന്. ഇപ്പൊ ആ സാഹചര്യമില്ല. അല്ലാതെ തന്നെ പോയി വരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് ചിന്തിക്കണം. മുമ്പ് ഇവിടെ നിന്ന് എത്ര പേർ ഹജ്ജിന് പോയിരുന്നു എന്ന് ചിന്തിക്കുക. ഇപ്പൊ എത്ര പോകുന്നുണ്ട്? ഈ സംഘപരിവാറിന്റെ RSSന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നതിന് ശേഷം എത്ര പേര് പോകുന്നുണ്ടെന്ന് ചിന്തിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് വേണം ഒരുത്തനെ സംഖ്യയാക്കാനും സുഡാപ്പിയാക്കാനും അതുപോലെ വേറെ പലതുമൊക്കെ ആക്കാനും. ഇവിടെ സംഖ്യയും അങ്കിയും സുഡാപ്പിയൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ വിഭാഗത്തിലും കുറെ ചീഞ്ഞവരുണ്ട്. ആ ചീഞ്ഞവർ സോഷ്യൽ മീഡിയയിലായാലും മറ്റു മീഡിയയിലായാലും ഏത് മീഡിയയിലായാലും എവിടെയായാലും പ്രശ്നക്കാർ തന്നെയാണ്. അത് സംഘപരിവാറിലായതുകൊണ്ട് പ്രശ്നക്കാരനും ഇപ്പുറത്ത് മുസ്ലിം ലീഗിലോ SDP-യിലോ ആയിരുന്നെങ്കിൽ പ്രശ്നക്കാരൻ അല്ലാതിരുന്ന അവസ്ഥയൊന്നുമില്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ജോസഫ് മാഷയുടെ കൈവെട്ടില്ലായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ജോസഫ് മാഷ എനിക്കറിയാവുന്ന ആളാണ്. ഒരു സാധുവായ മനുഷ്യനായിരുന്നു അയാൾ. ഒരു മലയാളം പ്രൊഫസറാ. അയാള് ഒരു വിഷയമുണ്ടായ സമയത്ത് ഒരു ആശയം കിട്ടിയപ്പോഴത്തേക്ക് ഒരു മുസ്ലിം പേരെടുത്തിട്ടു. ആ മുസ്ലിം പേരിന്റെ ഇങ്ങേ തലക്കൽ ഇത്രയും വലിയൊരു ഒരു പ്രയാസം ഉണ്ടാവുന്ന പാവം അറിഞ്ഞില്ല. പക്ഷെ അതിനെ ഇപ്പുറത്ത് വക്രീകരിച്ചിട്ട് അയാളെ കൈവെട്ടി. അത് ഭീകരവാദമല്ലേ? ഇപ്പുറത്ത് സംഘപരിവാരം ചെയ്യുമ്പോൾ മാത്രമേ അത് ഭീകരവാദമുള്ളൂ, ഇപ്പുറത്ത് വേറൊരുത്തം ചെയ്താൽ ഭീകരവാദമല്ലേ? നേരെ തിരിച്ചു അങ്ങനെയാ ചോദിക്കുന്നത്. മുസ്ലിം പേരുകാരൻ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ അത് ഭീകരവാദവും, മറ്റേതെങ്കിലും പേരുകാരൻ വയ്ക്കുമ്പോൾ അത് ഭീകരവാദമല്ലേ? അപ്പോ ഭീകരവാദവും ഈ സംഘിസവും കമ്മ്യൂണിസവും എല്ലാം ഒക്കെ ഒരു ആന്റി സോഷ്യലായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുടെ പരിപാടിയാണ്. ബാക്കിയുള്ളവർക്ക് മനുഷ്യരാണ്. ഇവിടെ അർജുനും മനാഫും ഒക്കെ മനുഷ്യരാണ്. അർജുന്റെ അളിയനും ഒരു മനുഷ്യനാണ്. അയാൾ ഒരുപക്ഷെ ഒരു BJP പ്രവർത്തനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംഘപ്രവർത്തനായിരിക്കാം. അതിനിപ്പോ എന്താ കുഴപ്പം? അയാൾക്ക് അത് പ്രവർത്തനമായി ജീവിക്കാൻ ഇന്ത്യ മഹാരാജ്യത്ത് എന്താ അനുമതിയില്ലേ? അയാളുടെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ BJP അനുകൂല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന ആളാണ്. ഇതിനകത്ത് പ്രൊമോഷൻ വീഡിയോകൾ പലതും ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് തെറിവിളി കേൾക്കേണ്ടി വന്നിട്ട് എനിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് പ്രശ്നമല്ല. അപ്പൊ അതുപോലെ അവർക്ക് അറിയില്ല. അവരുടെ പ്രൊഫൈൽ കയറിയിട്ട് വെറുതെ അല്ല ഇയാൾ ഇങ്ങനെ പറഞ്ഞത്, ഇയാളെ സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അർജുന്റെ അളിയന്റെ പ്രൊഫൈൽ എടുത്തു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്, വിമർശിക്കുന്നത് കേട്ടു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അദ്ദേഹം BJP-കാരനായിരിക്കാം. ഇവിടെ ഈ അർജുൻ മനാഫ് വിഷയത്തിൽ ഒരു സംഘപ്രവർത്തകരോ അല്ലെങ്കിൽ BJP-യോ സംഘപരിവാറോ ആരെങ്കിലും അത്തരത്തിൽ അവിടെ ഇടപെട്ടതായിട്ട് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അവരാരും അതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് 100% ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ പിന്നിൽ മറ്റ് ചില അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ തന്നെ മനസ്സിലാകുന്നത്. അതിൽ ചില PR വർക്ക് അജണ്ടകളുണ്ട്. ഏതും ഒരു ദുരന്തം നടക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നടക്കുമ്പോഴും അവിടെയൊക്കെ ചില PR വർക്കുകൾ ഉണ്ടാവും. എല്ലാം നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവെക്കാൻ. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ
ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു PR വർക്ക് അവിടെ നടന്നതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ക്യാൻറ്റീൻ, അറിയാമല്ലോ, അവിടുത്തെ ഫുഡ് കോർട്ടർ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് അവിടെയുള്ള സംഘപരിവാരക്കാരനും RSS കാരനും BJP കാരനും SDPI കാരനും അതുപോലെ DYFI കാരനും പട്ടാളക്കാരനും പോലീസുകാരനും എല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് മര്യാദയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിയതാ. അവിടെ ഇതൊന്നും ഇല്ലായിരുന്നു, കുത്തിത്തിരിപ്പൊന്നും ഇല്ലായിരുന്നു. സേവഭാരതക്കാരനും ഫുഡ് കഴിച്ചത് അവിടുന്ന് തന്നെ. അത് അവിടെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഉണ്ടാക്കിയതായതുകൊണ്ട്, അതല്ലെങ്കിൽ വൈറ്റ് കാർഡ് ഉണ്ടാക്കിയ ഫുഡ് ആയതുകൊണ്ട് സേവാഭാരതക്കാരൻ ഇറങ്ങാതെ ഒന്നും ഇരുന്നിട്ടില്ല. DYFI കാരന് ദഹിക്കാതെ ഇരുന്നിട്ടില്ല. അവിടുത്തെ കോൺഗ്രസ്സുകാരനും SDPI കാരനും അത് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടില്ല. അവിടെ അങ്ങനൊന്നുമില്ല. സംഘടനകളും സംഘങ്ങളും ഒക്കെ മനുഷ്യൻ നന്മയ്ക്ക് അവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് മറ്റാരുടെങ്കിലും വേണ്ടൽ കുതിര കയറാനാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പ്രചരിപ്പിക്കുന്നതാണ് തെറ്റ്. ഇവിടെ ഒരാൾ അയാളുടെ ഫേസ്ബുക്കിൽ അയാൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട്, അങ്ങനെ എഴുതിയിട്ടു അല്ലെങ്കിൽ ഷെയർ ചെയ്തു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അർജുന്റെ അളിയനെ ക്രൂശിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിഭാഗവും ആ ക്രൂശിക്കുന്ന വിഭാഗവും ഈ പറയുന്ന ഇവരും തമ്മിൽ എന്താ വ്യത്യാസം? ഈ പറയുന്ന സംഘപരിവാർ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നവരാണെങ്കിൽ അവരും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എല്ലാവരിലും ആന്റി സോഷ്യൽ ഉണ്ടാവും കുറച്ച് പേര്, അത് വിക്രസ് കാണിക്കും. നമ്മൾ അവരെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെ പറയുന്നത് പോലെയാണ്, കൊള്ളുന്നുണ്ടല്ലോ എല്ലാവർക്കും. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു സംഘപ്രവർത്തകനോ ഏതെങ്കിലും ഒരു BJP കാരനോ ഏതെങ്കിലും ഒരു RSS കാരനോ അതിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ആ വിഭാഗത്തെ മുഴുവനായി ആക്ഷേപിക്കുക. അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു ശീലം എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തും ദേശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വസ്തുതയ്ക്ക് അപ്പുറം മറ്റു ചില വസ്തുതകളൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ അർജുന്റെ അളിയനെ കാണേണ്ടത്. പല വീഡിയോകളും പലരും ചെയ്തു. ഞാൻ എന്റെ വീഡിയോയിൽ എവിടെയും അയാളൊരു സംഘപരിവാരക്കാരനാണ്, ഒരു BJP കാരനാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ നിന്നില്ല. അത് അയാളുടെ ആശയമാണ്. അങ്ങനെ ആണെങ്കിൽ എനിക്കറിയില്ല, ചില സ്ക്രീൻഷോട്ടുകൾ കണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ പ്രൊഫൈലാണോ എന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ വിമർശിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. അത് മനാഫിനെ ശരിയാക്കാനായാലും ശരി, അർജുന്റെ കുടുംബത്തെ ശരിയാക്കാനും ശരി, നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ ആ വസ്തുതാപരമായ ആ സമയത്തെ കാര്യത്തെയാണ് വിമർശിക്കുന്നത്. അവരത് മനസ്സിലാക്കി തിരുത്താനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാനോ തയ്യാറാവുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി ഈ സമയം മുതൽ മനാഫിനെയും അതുപോലെ അർജുന്റെ കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചില തെറ്റിദ്ധാരണകളും ഒക്കെ അത് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി അവരെ രണ്ടുപേരോട് കൂട്ടിച്ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അല്ലാതെ വീണ്ടും അവരെ തമ്മിലടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി അവരിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് അത് വെച്ച് മുതലെടുത്ത് കുറെ വീഡിയോകൾ ചെയ്തിട്ട് കാശുണ്ടാക്കാനല്ല. അങ്ങനെയുള്ള കുറെ വീഡിയോകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഞാൻ വീഡിയോ ചെയ്തത്. ഇതിൽ ആർക്കെങ്കിലും അത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, വേറെ മാർഗമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണമെന്നുണ്ടല്ലോ. ഇവിടെ ഒരുത്തൻ സംഘപ്രവർത്തകനാണ്, മറുപത്തൊരു മുസ്ലിം പേരുകാരനായതുകൊണ്ട് ഇപ്പുറത്തുള്ളവനെ അർജുന്റെ സഹോദരനെ അല്ലെങ്കിൽ അവന്റെ അളിയനെ ഉടനെ ഒരു സംഖ്യയാക്കി മാറ്റി. തീരുമാനിക്കുകയാണ് അവൻ സംഖ്യയാണ്, സംഖ്യ ആയതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് അല്ല. അവിടെ പത്രസമ്മേളനം നടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പരമായി അവർക്ക് ആവശ്യം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ അവർ പ്രസ് മീറ്റ് നടത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അതവർ മനാഫിനെ വിളിച്ചു. മനാഫിനും അത് ബോധ്യപ്പെട്ടപ്പോൾ അവർ വന്ന് ഒരുമിച്ചു, അത് പിരിഞ്ഞു. അത്രയും തന്നെ ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ ഇടയിൽ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയായ ഒരു പ്രവണതയല്ല. അത് പരിശ്രമിക്കുന്നത് ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയെടുപ്പിച്ച് ചോര കുടിക്കുന്നതിന് സമമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. ഞാൻ ഒരു 5 ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു. ഒരു കുടുംബ സഹായമായിട്ടാണ്. അത് ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ പക്കൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിങ്ങൾ 2.5 ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു. ബാക്കി ഒരു 2.5 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈനീട്ടിയിരുന്നു. പക്ഷേ സമയത്ത് പണം കിട്ടാത്തതുകൊണ്ട് ചെലവ് കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസത കുറയും. രണ്ടാമത്തത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇത് കൊണ്ടൊന്ന് കൊളുത്തുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു 100 രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന്. ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. കഴിയുന്ന ആൾക്കാർ ഒരു 100 രൂപയെങ്കിലും തന്ന് സഹായിക്കണം. വേറെ നിവൃത്തിയില്ലഞ്ഞിട്ടാണ്. പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട്.
അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു 2-3 മാസം കൂടി സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ആ മേഖലയിലൂടെ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്, നിങ്ങൾക്കറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത്. വിശ്വസിച്ച് പറ്റൂ, വേറെ മാർഗമില്ല. അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക്, ഇത് ഗൂഗിൾ പേ, ഫോൺ പേ നമ്പറാണ്, ഇതിലേക്ക് നിങ്ങൾ തരണം. മടിക്കരുത്, മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്.